ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി പോൾട്ട്. അപ്പോൾ നമ്മൾ ഏവരും കാത്തിരുന്ന കുറേയധികം തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്നതിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള പഠനം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്കറിയാലോ, സിലബസ് വാസ്റ്റാണ്. വി എഫ് ഐയുടെയൊക്കെ നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് തീർച്ചയായിട്ടും ഉണ്ട്, ലൈക്ക് LDC. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം സമയം കണ്ടെത്തി തന്നെ പഠിക്കണം. കാരണം പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവരിപ്പോൾ ഈ ആക്ടിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഇടുന്നുണ്ട്. നിങ്ങൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നിസ്സാരമായിട്ട് നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആക്ടൊക്കെ പഠിച്ചു വിടാൻ പറ്റില്ല. അത്യാവശ്യം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ടെക്സ്റ്റിൽ നിന്ന് ചോദിച്ചതുമാണ് ചിലതൊക്കെ. ഓക്കെ, അപ്പോൾ ഭൂരിഭാഗം SCERT എന്നാണെങ്കിലും ചിലതൊക്കെ അവർ NCERTയും എടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യതയാർന്ന ഒരു സ്റ്റഡി മെത്തേഡ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം ഇത് പാസ്സാവാൻ നമുക്ക് ഇത്തിരി ടഫായിരിക്കും. കാരണം അത്രയും അധികം കോമ്പറ്റീഷൻ ഉണ്ട് ഇതിലൊക്കെ. അല്ലെങ്കിൽ നല്ലൊരു ഹൈ സ്കോറിങ്ങിലേക്കൊക്കെ നമ്മൾ എത്തേണ്ടതുണ്ട്. നമുക്ക് അറിയാം, നമ്മളിപ്പോൾ കുറേയൊക്കെ എഴുതിയിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പണ്ടത്തെ പോലെ അല്ല. നിസ്സാര കട്ട് ഓഫിലൊക്കെ മറികടക്കാൻ പറ്റുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ കട്ട് ഓഫിൻ്റെ ആ ഒരു ബെഞ്ച് മാർക്ക് തന്നെ കൂടി വരികയാണ് അല്ലേ. അതിനർത്ഥം നമ്മൾ കുറേയധികം ആൾക്കാരോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ അതിനും അപ്പുറം കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഈ പറയുന്നതിനൊക്കെ എടുക്കണം. അപ്പോൾ അതിനി അമാന്തം വരുത്തരുത്. നമ്മൾ ഫ്രം ദ ഡേ ഇറ്റ് സെൽഫ്, ടുമാറോ ഇറ്റ് സെൽഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ടുഡേ ഇറ്റ് സെൽഫ്. ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങളാൽ എന്തെങ്കിലും ഇതൊക്കെയാണെങ്കിൽ എന്താണ്, നമ്മൾ നാളേക്ക് വെക്കില്ല. ആ നാളെ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ചെയ്യണം. ഓക്കെ, നമ്മൾ മാറ്റി വയ്ക്കും തോറും നമ്മളുടെ സമയമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മറ്റൊരാളിരുന്ന് തകൃതിയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലും കിട്ടുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ. നിങ്ങളത് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ആ എഫേർട്ട് എടുക്കണം. അതായത് നമ്മൾ തുടങ്ങിയിരിക്കണം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് മാറ്റർ. ഓക്കെ, അവിടെ വൈകിയോ നേരത്തെ ആണോ എന്നുള്ളതൊന്നുമല്ല. നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ നോക്കണം. വേണ്ടത് മാത്രം നോക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് എപ്പോഴും നല്ലത് കേട്ടോ, നമ്മളുടെ മൈൻഡിനും. അതുപോലെ തന്നെ നമുക്കിനി മുന്നോട്ടുള്ള ഏതൊരു പരീക്ഷ നന്നായിട്ട് എഴുതാനും നല്ലത് സ്മാർട്ട് സ്റ്റഡിയാണ്. വേണ്ടത് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് പഠിക്കുക. ഏറ്റവും നല്ല റിസോഴ്സസ് ഇപ്പോൾ ഒരാൾക്ക് എന്ത് തന്നെയായിരിക്കും, SCERT തന്നെയായിരിക്കും. ഒപ്പം കറണ്ട് അഫയേഴ്സിന് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് അത് കംപ്ലീറ്റ് നല്ല തറോ ആയിട്ട് തന്നെ പഠിച്ചു പോവുക കറണ്ട് അഫെയർ. കാരണം എല്ലാത്തിനും, ഈ പറയുന്ന എല്ലാ എക്സാംസിനും കറണ്ട് അഫെയറിന് നല്ലൊരു വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് മലയാളം വേണ്ടതാണെങ്കിൽ പ്രീവിയസ് തന്നെ ധാരാളം ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്കിങ് കിട്ടും ഇതിൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു എന്താണ് ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ഇംഗ്ലീഷ് മലയാളമൊക്കെ നല്ല തകൃതിയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ മാത്സ് ടഫായിട്ടുള്ളവർക്ക് നേരത്തെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇതിന് ഏറ്റവും നല്ലത് PYQ തന്നെയാണ്. മാത്സിന് അത്യാവശ്യം നിങ്ങൾ ഓരോ സബ് ടോപ്പിക്സ് ആയിട്ട് പഠിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി VFA പോലത്തേക്ക് ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. ഈ സ്പെഷ്യൽ ടോപ്പിക്സിന് അറ്റ്മോസ്റ്റ് കെയർ കൊടുത്ത് തന്നെ പഠിക്കണം. ഒഫീഷ്യൽ വെബ്സൈറ്റ് റെഫർ ചെയ്യണം. SCERTയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ വെബ്സൈറ്റൊക്കെ റെഫർ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇനി നിനക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, SCERT ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് 5 തൊട്ട് 10 വരെയുള്ളത്. പാർട്ട് 1 പാർട്ട് 2 ടെക്സ്റ്റ് കംപ്ലീറ്റ്, സോഷ്യൽ സയൻസ് എല്ലാം. അപ്പോൾ ഈ സോഷ്യലിനാണ് മെയിൻലി ആക്ടൊക്കെ വരിക. നമ്മൾ 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. പക്ഷേ അതിലത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റൊക്കെ റെഫർ ചെയ്തിട്ടാണ് മാക്സിമം തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുക. എനിക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ എൻ്റെ ഡീറ്റെയിൽസ് പറയാം. മാക്സിമം തീരുമാനിച്ചിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ അൺടിൽ എക്സാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതുവരെ ഇത് വാലിഡിറ്റി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത് മാത്രമല്ല ഞാൻ ചെയ്യുന്ന സിലബസിനനുസരിച്ച് ഓരോ ടോപ്പിക്സ് ഡെയിലി പഠിക്കാൻ തന്ന് അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ഒരു മോക്ക് ടെസ്റ്റ് പോലെ ഡെയിലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ പോർഷൻസ് കഴിയുമ്പോൾ നമ്മൾ മന്ത്ലി ടെസ്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 3rd ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപ് ചേരാൻ നോക്കുക കേട്ടോ. നിങ്ങൾ ഇപ്പോൾ സൈഡിൽ നിങ്ങൾ വേറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആ ഒരു പരീക്ഷയോടുള്ള ആ ഒരു സമീപനം കുറച്ച് മാറാൻ സഹായിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നെഗറ്റീവ് കൂടുതൽ വരുന്നു. ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിന്ന് വരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കൺഫ്യൂസിങ് ആകുന്നു. പ്രതീക്ഷിച്ച സ്പീഡിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതുപോലെ കൺഫ്യൂഷൻ വന്ന് പെട്ടെന്ന് തെറ്റിപ്പോകുന്നു. ഇതൊക്കെയല്ലേ സംഭവങ്ങൾ വരാറുള്ളത്. അതുപോലെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് എന്തൊക്കെ വരാം, SCERT ടെക്സ്റ്റിൽ നിന്ന് എന്തൊക്കെ വരാം, അതും പരവാരം പോലെ കിടക്കുന്നുണ്ട് 5 തൊട്ട് 10 വരെയുള്ള പാർട്ട് 1 പാർട്ട് 2. അപ്പോൾ അതൊക്കെ മാറാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സാധാരണയും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. PYQസും കൂടുതൽ കാണണം. ഓക്കെ, PYQസ് കൂടുതൽ കാണുന്നതിലൂടെ നമുക്ക് ലേറ്റസ്റ്റ് ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ പറ്റും. അവരെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസാണ് പുതിയതായിട്ട് പറ്റി തുടങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നല്ലൊരു മാർക്കിങ്ങിലോട്ട് എത്താൻ സാധിക്കും. ഈ മോക്ക് ടെസ്റ്റ് ചെയ്താൽ നമ്മൾ ഏതെങ്കിലും
കെയർ കൊടുക്കാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ കവേർഡ് ആകും. കുറച്ച് ഏരിയാസ് വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസവും പഠിച്ചു മാറ്റുമ്പോൾ നമുക്ക് അറ്റ്മോസ്റ്റ് കെയറോട് കൂടി തന്നെ ഏറ്റവും ചെറിയ ഏരിയ പോലും നല്ലവണ്ണം പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ഇങ്ങനെ കുന്നിക്കുരു ഓരോന്ന് പറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു മലയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പോർഷൻസ് പഠിച്ചു മാറ്റുമ്പോൾ ആ പർട്ടിക്കുലർ പോർഷന് നന്നായി പഠിക്കാൻ പറ്റും. നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അത് ബിൽഡ് ചെയ്ത് നമ്മുടെ ആ ഒരു കൃത്യമായിട്ടൊരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ ഇരിക്കുകയും ചെയ്യും. ഇതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്. അത് നടത്താനാണ് ഞാൻ ശ്രമിക്കുന്നതും. അത് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലുള്ള കാര്യമായിട്ടോ പറഞ്ഞത്. ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേരാം. ഞാൻ പറഞ്ഞു അൺലിമിറ്റഡ്, അതായത് അൺടിൽ ദ ടൈം, എക്സാമിൻ്റെ ടൈം വരെയാണ് വാലിഡിറ്റി ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസും പിന്നീട് എന്താണ് അങ്ങോട്ടുള്ളതെന്ന് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 571/2025 അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ്. 23,700 തൊട്ട് 52,600 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ ഡിസ്ട്രിക്ട് വൈസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത്. ഓക്കെ, പ്രതീക്ഷിത ഒഴിവുകളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 14/1/2026 അപ്പോൾ മറക്കാതെ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. പഠിച്ചും തുടങ്ങുക. തീർച്ചയായിട്ടും അടുത്ത ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ, ടോപ്പ് റാങ്കിൽ നിങ്ങൾക്കും എത്താൻ പറ്റും. ഓക്കെ, അതിന് നമ്മളിപ്പോഴേ എഫേർട്ട് ഇടണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി സമയമില്ല. നമുക്ക് നല്ല രീതിയിൽ ടെൻഷനൊന്നും കൂടാതെ പരീക്ഷ എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴേ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഓരോ ഏരിയാസ് വൈസ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകാം. ക്വസ്റ്റ്യൻസൊക്കെ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം കേട്ടോ. നെക്സ്റ്റ്, അപ്പോൾ ഇനിയുള്ളതിൻ്റെ ഞാൻ കാറ്റഗറി നമ്പർ പറയാം. ഇതിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. കാറ്റഗറി നമ്പർ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഒന്ന് പോലീസ് കോൺസ്റ്റബിളാണ്. അത് 563/2025 കാറ്റഗറി നമ്പർ. പിന്നെ വുമൻ പോലീസ് കോൺസ്റ്റബിൾ അത് 550/2025. പിന്നെയുള്ളത് ഫയർമാൻ ആണ്. ഫയർമാൻ 551/2025. പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട് കേട്ടോ. അത് 564/2025. പിന്നെ ഫയർഫോഴ്സ് ഡ്രൈവർ ഉണ്ട് കേട്ടോ. അത് നോക്കുന്നവർ 552/2025. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളും മറ്റുമൊക്കെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേയധികം തസ്തികകളിലേക്കുള്ളത് നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പഠന കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. എങ്ങനെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റൊക്കെ പഠിച്ചു തുടങ്ങേണ്ടത് നമുക്ക് സെറ്റായിട്ട് അതിനൊരു സ്റ്റഡി പ്ലാൻ വേണം. അത് ഫോക്കസ് ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സ്പെഷ്യൽ ടോപ്പിക്സിന് നല്ലവണ്ണം ഫോക്കസ് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് പഠിക്കാം. നമുക്ക് റാങ്ക് മേക്കിംഗ് ടോപ്പിക്സ് ഒക്കെ നല്ലവണ്ണം പഠിച്ച് സെറ്റാക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് പക്കയാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സാമിൽ നമുക്ക് നേടിയെടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു വാശിയോട് കൂടി തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങാൻ തയ്യാറെടുക്കുക. കൺസിസ്റ്റൻസി തീർച്ചയായിട്ടും കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.